കാന്താരി തിങ്കളും കലിപ്പൻ പാച്ചവും. രചന മാധുര്യ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ പൂനൂർ. മിഥുവിന്റെ പരിചയപ്പെടുത്തൽ കേട്ടതുകൊണ്ട് വെറുതെ ഒന്ന് ചിരിക്കുക മാത്രം ചെയ്ത് ഗേറ്റ് തുറന്ന് അവർ വീട്ടിലേക്ക് കയറിപ്പോയതും പാച്ചുവിന്റെ നെറ്റി ഒളിഞ്ഞു. തിങ്കളും വെറുതെ അങ്ങോട്ട് നോക്കി നിന്നു. ഇവിടുന്ന് ഇറങ്ങിയ വഴിക്ക് തന്നെ കണ്ട വിലാസിനി അമ്മൂമ്മയുടെ മുഖം ആൾക്കുള്ളിൽ ഒരു വട്ടം മിന്നിമാഞ്ഞു പോയി. ചാന്ദിനി ആര്യ അറിയാലേ? ആൾ അങ്ങോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. മിഥുൻ പിണക്കത്തോടെ ചോദിക്കുന്നുണ്ട്. തിങ്കൾ തലയാട്ടി. ഇപ്പൊ വന്ന ഇവരെ നിനക്കറിയാം, എന്നിട്ട് ഞങ്ങളറിയില്ല. വിഷമായി വിഷമായി. മിഥുൻ ആ പരിഭവത്തോടെ പിന്നെയും പറഞ്ഞിർത്തുമ്പോൾ തിങ്കൾ അവനെ നോക്കി. കയ്യിലെ പേഴ്സിൽ നിന്ന് 300 നോട്ടെടുത്ത് അവന് നേരെ നീട്ടി. വിഷമം മാറാൻ കാശോ? മിഥുവിന്റെ കണ്ണു മിഴിയുമ്പോൾ പ്രണവിനെയും പാർട്ടിയുടെയും നെറ്റി വിളിഞ്ഞ്. കാശ് കിട്ടാനിട്ടും നല്ല വിഷമായത്. മിഥുൻ വേഗം പറയുന്നുണ്ട്. ഇത് വാങ്ങണം, സൗജന്യമായിട്ട് ഞാനൊന്നും സ്വീകരിക്കാറില്ല. ഇപ്പോൾ നിങ്ങൾ എന്നെ സഹായിച്ചല്ലേ? ആളാ പറഞ്ഞു കഴിഞ്ഞില്ല. മുണ്ടും മടക്കി കുത്തി മുറുകിയ മുഖത്തോടെ പാർട്ടിയാണ് ഗ്രൗണ്ടിലേക്ക് ആദ്യം പോയത്. അവന് പിറകെ തന്നെ പ്രണവ്. മിഥുനും അവരെ വിളിച്ച് പോകാൻ തുടങ്ങുമ്പോഴേക്കും അവന്റെ കയ്യിൽ അവൾക്ക് പിടിക്കേണ്ടി വന്നു. ആ നോട്ടുകൾ കയ്യിലേക്ക് ബലമായി തന്നെ തിങ്കൾ വെച്ചു കൊടുത്തു. മിഥുൻ അതിലേക്ക് നോക്കുന്ന സമയം കൊണ്ട് തന്നെ ഗേറ്റ് അടച്ചവൾ അകത്തേക്ക് കയറിപ്പോയതും അവൻ ആ പൈസയും കൊണ്ട് കൂട്ടുകാരുടെ അടുത്തേക്ക് നടന്നു. നിന്നോട് ആരാടാ പട്ടിയോടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങാൻ പറഞ്ഞേ? പാർട്ടി ചീറുന്നുണ്ട്. പിന്നെ കൈ പിടിച്ചു വെച്ചെന്ന് എറിഞ്ഞു കളയാൻ പറ്റുമോടോ? കാശല്ലേ? മിഥു ദയനീയമായി പറയുന്നുണ്ട്. എന്നാലും എന്റെ കൂടെ പഠിച്ചല്ലേടാ അവള്. പണ്ട് സിപ്പ് വാങ്ങാൻ 2 രൂപ ചോദിച്ചിട്ട് തരാത്തവളാ ഇന്ന് 100 രൂപ എടുത്തെന്ന്. ഇനിയിപ്പൊ ഇത് അന്നത്തെ കടത്തി കൂട്ടാം. ഇതാ നിങ്ങളുടെ പങ്ക്. സ്വയം സമാധാനിച്ച് മിഥു തന്നെ രണ്ടുപേർക്കും കാശ് കിട്ടിയതും അവന്റെ ഒരു പങ്കെന്ന് പറഞ്ഞ കയ്യും തട്ടി പാർത്തി അങ്ങ് പോയതും ഇവന് പ്രാന്തായോ എന്ന് കരുതി മിഥു. നിനക്ക് വേണ്ടടാ എന്ന് ചോദിച്ച് പ്രണവിന് നോക്കുമ്പോൾ അവനും കൈ രണ്ടും കൂപ്പി തിരിഞ്ഞ് നടന്നുപോയതും ആ പഴയ കൂട്ടുകാരി തന്നല്ലേ ഞാൻ തന്നെ എടുത്തോളാം എന്നൊരു പറച്ചിലോടെ അവൻ ആ കാശങ്ങ് പോക്കറ്റിലേക്കും വെച്ചു. പാർത്തി നേരെ വീട്ടിലേക്കാണ് പോയത്. ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് കയറുമ്പോൾ അവന്റെ നോട്ടം തൊട്ടപ്പുറത്തേക്കൊന്ന് പോയി. ചെറിയൊരു വെളിച്ചം കാണുന്നുണ്ട് അവിടെ. മില്ലടക്കാത്ത കൊണ്ട് കറണ്ടില്ല. അവളത് നാളേക്ക് അടക്കൂ. മുൻവാതിലിനടുത്ത് ഒരു നിഴൽ കൂടെ അങ്ങോട്ട് പോകുന്നുണ്ട്. പാർത്തി തന്റെ വീട്ടിലേക്ക് കയറി. ഉമ്മറത്ത് തന്നെ ചാന്ദിനി നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ തിരി എണ്ണയിലേക്ക് താഴ്ന്നു പോകുന്നുണ്ട്. പാർത്തി അത് ശരിക്കും നീട്ടി വെച്ച് വിരലിൽ പറ്റിയ എണ്ണ തലയിൽ തന്നെ തൂത്ത് അകത്തേക്ക് കയറി. മന്മു സെറ്റിക്ക് കീഴെ തലയിൽ നീട്ടി വെച്ച് കിടപ്പാണ്. പാച്ചുവിനെ കണ്ട് തലപൊക്കി നോക്കിയവൻ പിന്നെയും ആ കിടപ്പ് തന്നെ കിടന്നു. ഡാൻസ് ക്ലാസ്സിലൊക്കെ പോയി ക്ഷീണിച്ചു വന്നല്ലേ? അമ്മയെ നോക്കി അവന്റെ മിഴികൾ ചുറ്റൊന്ന് പാഞ്ഞു. വീടിന്റെ മുൻവാതിൽ കയറി ചെല്ലുന്ന ലിവിംഗ് ഹാളിലേക്കാണ്. അതിനപ്പുറം ചെറിയൊരു നടുമുറ്റം. ഇൻഡോർ പ്ലാന്റ്സും തൂക്കുവിളക്കളും വെച്ച് അത്രയും ഭംഗിയാക്കിയിട്ടുണ്ട് അവിടെ. നടുമുറ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിലൊരു റൂമും കിച്ചണും റൈറ്റ് സൈഡിലെ റൂമും മുകളിലേക്ക് കയറാനുള്ള സ്റ്റെയറുമുണ്ട്. മുകളിൽ റൂമുണ്ട്, പിന്നെ ഓപ്പൺ ടെറസാണ്. സ്റ്റെയറിന് താഴെയുള്ള സ്ഥലം റീഡിംഗ് ഏരിയ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ബുക്സ് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഷെൽഫും ഒരു കുഷ്യൻ ചെയറും അതിന് തൊട്ടപ്പുറം തന്നെ ആട്ടുകെട്ടിലും വളരെ സൗകര്യപ്രദമായി ഒരുക്കിയിട്ടുണ്ട്. ചാന്ദിനി ഒരു ബുക്കും എടുത്ത് വായിച്ച് ആട്ടുകെട്ടിൽ ചാരി മടിയിലിരിക്കുന്ന പുഷ്പിന് വെറുതെ തലോടി ഇരിക്കുന്നുണ്ട്. കുഞ്ഞപ്പൻ ഇക്രവും പിന്നെ കൂട്ടിലാണ്. അവരെല്ലാം വെറുതെ നോക്കി പാർത്തി മുറിയിലേക്ക് കയറിപ്പോയി. കുളി കഴിഞ്ഞു വന്ന് ഒരു ബ്ലാക്ക് കളർ ഷോർട്ട്സും ടാങ്ക് ടോപ്പും എടുത്ത് ധരിച്ചവൻ പുറത്തേക്ക് ഇറങ്ങും മുന്നേ തുറന്നിട്ട ജനാലയുടെ അപ്പുറത്തേക്ക് വെറുതെ ഒന്ന് നോക്കി. എന്നത്തെയും പോലെ ഇന്ന് അവിടെ ഇരുട്ടുമൂടി കിടക്കുകയാണ്. ഉള്ളിൽ അവൾ വെളിച്ചം തെളിയിച്ചിട്ടുണ്ടാവും. ആ ചെറു വെളിച്ചം ഒന്ന് പുറത്തേക്ക് കാണാൻ പറ്റില്ലല്ലോ. പാർട്ടി ഒന്ന് വിശ്വസിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചന്തി ഇപ്പോഴും ആട്ടുകെട്ടിൽ തന്നെയാണ്. വലിയ കാര്യത്തിൽ ബുക്ക് തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അതിലൊരക്ഷരം പോലും അമ്മ വായിക്കുന്നില്ലെന്ന് ആ മുഖത്തേക്ക് നോക്കിയപ്പോൾ തന്നെ പാർട്ടിക്ക് പിടികിട്ടി. ആട്ടുകെട്ടിയുള്ള അമ്മൂമ്മയുടെ കാലെടുത്ത് മടിയിലേക്ക് വെച്ചവൻ ആ സ്ഥാനം കൈയടക്കുമ്പോൾ ചന്തു ബുക്കിൽ നിന്ന് മുഖമുയർത്തി അവനെ നോക്കി. പുഷ്പ അപ്പോഴേക്ക് എഴുന്നേറ്റ് മന്മുവിന്റെ അടുത്തേക്ക് പോയിരുന്നു. എന്താ ചന്തുവിന് പറ്റി? കാല് വേദനിക്കുന്നുണ്ടോ? കാലിൽ അമർത്തി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെയാണ് അവന്റെ ചോദ്യം. കയ്യിലെ ബുക്ക് അടച്ചു മാറ്റി വെച്ച് ചാന്ദിനി അവനെ കണ്ണുകൾ ഉയർത്തി നോക്കി. ആകെ നിറഞ്ഞ് കലങ്ങിയിട്ടുണ്ട് ആ മിഴി രണ്ടും. എന്തു പറ്റി? കരയാൻ മാത്രം ഏത് പുസ്തകമായി വായിച്ച്? കാലിലെ വിരലുകൾ ഞൊട്ടയിട്ട് പൊട്ടിച്ചുകൊണ്ട് അവൻ കളിയോടെ ചോദിക്കുമ്പോഴും ആ മുഖത്ത് ചിരിയൊന്നുമില്ല. അതിനപ്പുറം സങ്കടം ഇങ്ങനെ തുളുമ്പാൻ വെമ്പി നിൽക്കുകയാണ്. എന്താമേ കാര്യം പറ? അവന്റെ ആ ചോദ്യത്തിൽ ഇനിയൊന്നും മനസ്സിൽ പൂഴ്ത്തി വെക്കാൻ കഴിയാതെ ആ വിലാസിനി അമ്മൂമ്മ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവനോട് തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ചന്തു, അമ്മയോട് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണ്ടവര് പറഞ്ഞിരുന്ന ഓരോ ലൂസ് ടോക്കിന് ചെവി കൊടുക്കരുതെന്ന്. ഇതിനു മുമ്പേ പലതും പറഞ്ഞ ആ തള്ള അമ്മയുടെ അടുത്തേക്ക് വന്നപ്പോൾ കേൾക്കാൻ നിട്ടില്ലല്ലോ. പിന്നെ ഇതിന് മാത്രം തലവെച്ച് കൊടുക്കാൻ ആരാ പറഞ്ഞേ? തിങ്കളിനെ പറ്റിയാണെന്ന് പറഞ്ഞപ്പോൾ കേട്ടുപോയതാണ്. ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ആ കുട്ടിയെ കാണുന്നെങ്കിലും എനിക്ക് അവര് പറയുന്നൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല ബാച്ചു. ആ കുട്ടി അങ്ങനെയുള്ളവളൊന്നല്ല. പറയുമ്പോൾ സങ്കടം കൊണ്ട് വിരുമ്പിപ്പോയ അമ്മയെ നോക്കി തലയിൽ കൈവച്ച് പാർത്തി. അല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പോ എന്താ? എന്തേ ഇനി ഞാനെങ്ങനെ ആ പെണ്ണിന്റെ പുറകെ പോകുന്ന നമുക്ക് പേടിയുണ്ടോ? വലിയ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ചോദിച്ചെങ്കിലും ഇനി പോവോ എന്നൊരു ചോദ്യം പാർട്ടിയുടെ ഉള്ളിൽ പെട്ടെന്നൊരു മിന്നൽ പോലെ പാഞ്ഞങ്ങ് പോയി. എന്നാൽ അത് മുഖത്ത് കാണിക്കാതെ ചെക്കൻ പെട്ടെന്ന് ഗൗരവത്തോടെ അമ്മയെ നോക്കി. അതല്ല പാച്ചു, എനിക്കിതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന്. എന്നാ വിശ്വസിക്കണ്ട, കഴിഞ്ഞില്ല കാര്യം. എന്നാലും ഒരു അനിയത്തി അവളുടെ സ്വന്തം ചേച്ചിയെ പറ്റി ഇങ്ങനെയൊക്കെ പറയോ? എന്തുകൊണ്ട് പറഞ്ഞൂടാ?
ആദ്യം പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ ചന്തുവിന്റെ ഉള്ളു വീണ്ടും ഇളകി മറിഞ്ഞു. താരയുടെ അത്രയും പാവം പിടിച്ച മുഖം ചന്തുവിന്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു. കൂടെ ഗൗരവം നിറഞ്ഞൊരു ചിരി പോലും ഇതുവരെ തെളിയാത്ത തിങ്കളുടെയും. ചേച്ചിയും അനിയത്തിയും കാണാൻ സാദൃശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും രണ്ടുപേരും വളരെ വ്യത്യസ്തമായി തോന്നുന്നു. ആരാണെങ്കിലും ഈ രണ്ടുപേരുടെയും പെരുമാറ്റ രൂപവും നോക്കിയാൽ താര പറഞ്ഞ വിലാസിനി വിവരിച്ച കഥ വിശ്വസിച്ചു പോകും. പക്ഷെ ചാന്ദിനിക്ക് അതും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പാച്ചു, താര അത്രയ്ക്കും കണ്ണിച്ചോരില്ലാത്തവളായിട്ട് എനിക്ക് തോന്നുന്നില്ലടാ. ദയനീയമായവരുടെ പറച്ചിൽ. എന്നാ പിന്നെ ആ താര പറഞ്ഞൊക്കെ സത്യമായിരിക്കും. ഇതായിരിക്കും പോക്ക്. നിസ്സാരമായി പറഞ്ഞവൻ കിച്ചണിലേക്ക് പോകുമ്പോൾ എന്തിനാണ് തന്നെ നെഞ്ചൊന്ന് വിങ്ങിയെന്ന് അവനും മനസ്സിലായില്ല. അങ്ങനെയൊന്നും പറയല്ലേടാ. ചാന്ദിനിയും വിഷമിച്ച് അവന്റെ പുറകെ വരുന്നുണ്ട്. ഇനി അമ്മ ഇതിനെപ്പറ്റി എന്തെങ്കിലും മിണ്ടിയ ഞാൻ പറയാൻ പോകുന്ന വേറെന്തെങ്കിലും ആയിരിക്കും. കുറെ നേരമായി തുടങ്ങിയിട്ട് മനുഷ്യന് വിശന്നിട്ട് പാടില്ല. ഒന്നും ഉണ്ടാക്കുന്നില്ല ഇവിടെ. ചീറിക്കൊണ്ടുള്ള പറച്ചിലിനൊപ്പം ഗോതമ്പ് പൊടിയിരിക്കുന്ന ടിന്നിൽ നിന്ന് പൊടിയും എടുത്ത് വെള്ളം ചേർത്തവൻ കുഴച്ചു തുടങ്ങിയിരുന്നു. ചപ്പാത്തിയാണ് മിക്ക ദിവസം അവരുടെ രാത്രി ഭക്ഷണം. ചാന്ദിനി കുറച്ചേരം അവൻ നോക്കി ചുണ്ടുകൂർപ്പിച്ച് നിന്നു. പിന്നെ ചെന്ന് 2-3 മുട്ടയെടുത്ത് പുഴുങ്ങാൻ വെച്ചു. അത് വെന്ത് വരുമ്പോഴേക്കും മാവ് കുഴച്ചവൻ ഓരോ ഉരുളകളാക്കി വെച്ച് കഴിഞ്ഞിരുന്നു. ചാന്ദിനി പരത്താൻ നിൽക്കുമ്പോഴേക്കും ചന്തു ആന്റി എന്ന് പുറത്തുനിന്ന് മിഥുവിന്റെ സ്വരം. കേറി വാടാ എന്ന് ചന്തു വിളിച്ചു പറയുന്നുണ്ട്. നിമിഷ നേരം കൊണ്ട് അവൻ അടുക്കളയിലേക്ക് എത്തി. ചപ്പാത്തി ചുട്ടുകൊണ്ടിരിക്കുന്നവൻ തിരിഞ്ഞവനൊരു നോട്ടം നോക്കി. അതിന് മിഥു നന്നായി ഒന്ന് ചിരിച്ചു കൊടുത്തു. ഗ്രൗണ്ടിലെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോയിട്ടുണ്ട്. അതാണ് കൈയും മുഖവും കഴുകി തുടച്ച് മിഥു നേരെ ഇങ്ങോട്ട് പോകുന്നത്. പ്രണവ് നേരത്തെ പോയിരുന്നു. അവന് വേറെ എവിടേക്കോ പോവാനുണ്ട്. പാർത്തിയോട് പറയാൻ മിഥുനോട് അവൻ പറഞ്ഞിരുന്നു. ചാന്ദിനി ഒരു സവാള തൊലി കളഞ്ഞ് അരിയാൻ അവന് കൊടുത്തു. മുട്ടക്കറിയാണ്. എപ്പോഴത്തെയും പോലെ എന്റെ അമ്മ പോലെ എന്നെ കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്യിച്ചില്ലെന്നൊരു പറച്ചിലോടെ അവൻ കൊടുത്ത പണി ചെയ്തു തുടങ്ങി. ഇടക്കൊക്കെ മിഥുവിന്റെ ഭക്ഷണം ഇവിടുന്ന് ആവാറുണ്ട്. അങ്ങനെ കറിയും ചപ്പാത്തി റെഡിയാക്കി പണിയെടുത്തതിന്റെ കൂലി കുറച്ചുകൂടെ കൂട്ടി 2 ചപ്പാത്തി എക്സ്ട്രാ കഴിച്ചു മിഥു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൂട്ടിൽ കിടക്കുന്ന ഇക്രുവിനെ പോയി നോക്കുന്നുണ്ട് അവൻ. 4 അടി നീളവും 2 അടി ഉയരവും 2 അടി വീതിയുമുള്ള ഉള്ളിലൊരു കൊച്ചു മരുഭൂമി പോലെ സെറ്റ് ചെയ്താണ് ഇക്രുവിന്റെ ടാങ്ക്. ബിയേഡ് ഡ്രാഗൺ ഒരു മരുഭൂമി ജീവി തന്നെയാണ്. അതുകൊണ്ട് ആ ടാങ്ക് ആ ചൂടും വിളിച്ച് ഉൾക്കൊണ്ട് തന്നെ സെറ്റ് ചെയ്യണം. UVB ലൈറ്റ്സ് എല്ലാം അത്രയും പ്രധാനപ്പെട്ടതാണ് അവയ്ക്ക്. ഇത്തരം ടാങ്ക് സെറ്റ് ചെയ്യാൻ 15-20,000 രൂപ വരെ ചെലവ് വരും. പ്രൊഫഷണലായി ക്വാളിറ്റി സ്റ്റൈലിൽ സെറ്റ് ചെയ്യുമ്പോൾ 40,000-ഓ അതിൽ കൂടുതലോ ആവും. പാർട്ടി ഈ ടാങ്ക് ഇവിടെ നിന്ന് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഈ റേഞ്ചിലാണ്. ഇക്രുവിനെ ചാന്ദിനിക്ക് ഇഷ്ടപ്പെടാതിരിക്കാനുള്ള ഒരു കാരണം ഇതുകൂടെയാണ്. പാർട്ടി വെച്ച് കൊടുത്തിരിക്കുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവനെ നോക്കി മിഥു നിൽക്കുമ്പോൾ തന്നെയാണ് വീട്ടിൽ നിന്ന് അമ്മയുടെ കോള് വരുന്നത്. അതോടെ യാത്ര പറഞ്ഞ് നിന്റെ 100 നിനക്ക് വേണ്ടെന്ന് ഉറപ്പല്ലേ എന്നൊരു ചോദ്യത്തോടെ മിഥു അവന്റെ ബൈക്കിൽ കയറിയതും മന്മു എന്നൊരു വിളി വിളിച്ച് പാർത്തി. അടുത്ത നിമിഷം ചെക്കൻ ചാടിയൊരു ചാട്ടത്തിൽ പോടാ വട്ടി എന്നൊരു വിളിയോടൊപ്പം ബൈക്കും പറപ്പിച്ച് അവിടെ പറന്നുപോയി കഴിഞ്ഞു മിഥു. സമയം 9 മണിയോളം ആയിട്ടുണ്ട്. മിഥു പോയി ഗേറ്റ് അടച്ച് പാർട്ടി അകത്തേക്ക് കയറുമ്പോൾ അപ്പുറത്തപ്പോഴും ഇരുട്ടാണ്. ഉള്ളിലെ വിളിച്ച് വണഞ്ഞെന്ന് തോന്നുന്നു. ഇത്ര പെട്ടെന്ന് പെണ്ണുറങ്ങിയെന്നൊരു ചിന്ത വെറുതെ അവനിലേക്ക് വന്നുപോയി. പിന്നെ എന്തുടുത്തിരിക്കാനാണ് അവൾ? രാത്രിയിലേക്കൊന്നും ഉണ്ടാക്കാൻ തിങ്കൾ നിന്നില്ലായിരുന്നു. ഉണ്ടാക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പാചകം ചെയ്യാനുള്ള സൗകര്യം അവിടെ ആയിട്ടില്ലല്ലോ. വാങ്ങിച്ച ഫ്രൂട്ട്സും ക്യാരറ്റും തക്കാളിയും കുക്കുംബറും ഒക്കെ അരിഞ്ഞ് ഉപ്പും പച്ചമുളകും ഒരു നാരങ്ങ കൂടെ പിഴിഞ്ഞ് സാലഡ് ഉണ്ടാക്കി കഴിച്ച് കട്ടിൽ ബെഡ്ഷീറ്റും വിരിച്ച് കിടന്ന തിങ്കൾ ബാക്കി ഒതുക്കലൊക്കെ നാളെയാക്കാമെന്ന് വെച്ചു. അല്ലാതെ ഈ ഇരുട്ടത്തിപ്പോൾ എങ്ങനെയാ? അച്ചമ്മയുടെ മുറിയിൽ തന്നെയാണ് തിങ്കൾ ചെന്ന് കിടന്ന്. ചൂടെടുക്കുന്നുണ്ട് ചെറുതായി. പുറത്തേക്കുള്ള ജനൽ തുറന്നിട്ടു. നല്ല നിലാവുണ്ടെന്ന് തോന്നുന്നു. ആ വെളിച്ചം അകത്തേക്കും എത്തി. കത്തിച്ചു വെച്ച മെഴുകുതിരി അണച്ചു തിങ്കൾ. ചിന്തിച്ചു തുടങ്ങിയാൽ ഒടുക്കം കാണാത്ത ഒരുപാട് ചിന്തകളും ഓർമ്മകളും ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് തൽക്കാലം നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് കണ്ണ് രണ്ടും അടച്ചു. ഇന്നത്തെ ദിവസത്തെ പിടിപ്പത് പണിയുടെ ക്ഷീണം കൊണ്ടോ മറ്റോ പ്രയാസങ്ങളൊന്നുമില്ലാതെ നല്ല ഉറക്കത്തിലേക്ക് തിങ്കൾ വഴുതി വീണ് കഴിഞ്ഞു. ബുക്കുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഷെൽഫിൽ നിന്ന് ഇന്നലെ വായിച്ചു വെച്ച ബുക്ക് എടുത്ത് പാറി തന്റെ മുറിയിലേക്ക് നടന്നു. ഹെഡ്ഫോൺ ചെവിയിലേക്ക് വെച്ച് അവൻ ആ ജനലോരം ചെന്നിരുന്നു. പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ജനലും അകത്തേക്ക് ഇരിക്കാൻ സ്ഥലമുള്ള ബേ വിൻഡോസുമാണ് പാർത്തിയുടെ മുറിയുടേത്. ആ ജനലും തുറന്നിട്ട് നിലാവ് നോക്കി പാട്ടും കേട്ട് കഥകളുടെ ലോകമൊന്ന് ചുറ്റി വന്നാണ് ഇന്നും അവന്റെ ഉറക്കം. എന്നാൽ ഇന്ന് അവന്റെ ജാലകം തുറന്നിടുമ്പോൾ മറ്റൊരു നിലാവ് കൂടെ അവനു വേണ്ടി ആ വിണ്ണിൽ അല്ല ഈ മണ്ണിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നലെ വായിച്ചു വെച്ച പേജ് എടുത്ത് അത് മുഴുവനും വായിച്ചു തീർത്ത് അടുത്ത താളിലേക്ക് പോകും മുന്നേ അവന്റെ മിഴികൾ തൊട്ടപ്പുറം കണ്ട കാഴ്ചയിൽ തറഞ്ഞിരുന്നു. ആ നിമിഷം കാതിൽ കേട്ട സംഗീതത്തിലും അവന്റെ ശ്വാസം കൂടി ഒന്ന് തെറ്റിപ്പോയി. ആ ബേവിന്റെയുടെ അവിടെ നിന്നുള്ള വെളിച്ചം അരമതിലും കടന്നപ്പുറം പരന്നിടക്കുകയാണ്. തുറന്നിട്ട ജനൽപ്പാളികൾക്കിടയിലൂടെ അതാ അടുത്ത വീട്ടിലെ മുറിക്കുള്ളിലേക്ക് അതിക്രമിച്ച് കടന്നിട്ടുണ്ട്. എന്നാലും ആ കട്ടിലിൽ സ്വയം മറന്നു കിടക്കുന്നവരുടെ നിദ്രയെ അത് യാതൊരു വിധത്തിലും ശല്യം ചെയ്തില്ല. അല്ലെങ്കിൽ അതുപോലും അറിയാതെ ഉറക്കത്തിന്റെ അത്രയും ആഴങ്ങളിലേക്ക് അവൾ കൂപ്പുകുത്തി കഴിഞ്ഞിരുന്നു. നിലാവിനൊപ്പം ആ നീല വെളിച്ചത്തിൽ ആ ഇരുട്ടുമുറിൽ തെളിഞ്ഞു കാണുന്ന പാതി മറഞ്ഞ മറ്റൊരു തിങ്കൾ. കയ്യിലെ പുസ്തകത്താളുകളൊന്നാകെ അടച്ചു വെച്ചവൻ ആ ജനലഴികളിൽ പിടുത്തമിട്ട് പോയി. കാതിലെ ഹെഡ്സെറ്റ് വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ്. അവനത് വേഗം ചെവിയിൽ നിന്ന് ഊരി വെച്ചു. അല്ലെങ്കിൽ തന്നെ എല്ലാം കൊണ്ട് അനുകൂലമായ അന്തരീക്ഷത്തിൽ ഈ പാട്ടും കൂടെ താങ്ങാൻ അവന് വയ്യ.
ഇവളെന്തിനാണ് ഇപ്പോൾ ഈ ജനലും തുറന്നിട്ട് കിടക്കുന്നത്? മനുഷ്യന്റെ കോൺസെൻട്രേഷൻ കളയാൻ. ഇനിയിപ്പോ താനിങ്ങനെ ഇവിടെ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങും. ആ ജനലടച്ചു പോയി കിടക്കണമെന്ന് ബുദ്ധി പറയുന്നുണ്ട് അവന്റെ. പക്ഷെ പറ്റുന്നില്ല. രാവിലെ ആ പെണ്ണിനെ കണ്ട നിമിഷം മുതൽ എന്തോ തനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് പാർത്ഥിക്ക് സ്വയം മനസ്സിലായിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അടിക്കിടയിൽ അവളുടെ ദേഹത്തേക്കൊന്ന് വീണെന്ന് കരുതി അവളെയും നോക്കി കിടന്നു പോകുമോ അവൻ? ഞാനെങ്ങാനും ആ പെണ്ണിന്റെ പുറകെ പോകുമെന്ന് അമ്മയ്ക്ക് പേടിയുണ്ടോ? അവന്റെ തന്നെ ശബ്ദം പാർത്ഥി വീണ്ടും കാതിൽ കേട്ടു. നിലാവ് പോലെ തെളിഞ്ഞ ആ മുഖത്ത് കൂമ്പിയടഞ്ഞ മിഴികളും നീണ്ട നാസികയും നനുത്ത് വിടർന്ന ആദരങ്ങളും അവനായി ചിരി വെളിച്ചത്തിനുള്ളിൽ പതിച്ചു വെച്ചു. ചന്തുവിന് പേടിയാണില്ല, പക്ഷെ തനിക്കിപ്പോൾ ചെറുതായി പേടിയുണ്ടെന്ന് തോന്നുന്നു. സ്വയം പറഞ്ഞ് പാർത്ഥി കഷ്ടപ്പെട്ട ആ ജനാലക്കെടുത്ത് എഴുന്നേറ്റ് മാറി ബെഡിൽ പോയിരുന്നു. മുറിയിലെ വെളിച്ചം കൂടെ അണച്ചു അവൻ. അമ്മ പറഞ്ഞ ഓരോ കാര്യങ്ങളും മുഴുവനായി അവനുള്ളിൽ ഒരിക്കൽ കൂടെ ഓടി. ചാന്ദിനിയെ പോലെ ആദ്യമായി കാണുന്ന ഒരുവളെ എന്തുകൊണ്ട് അവന് അവിശ്വസിക്കാൻ പറ്റുന്നില്ല? അല്ലെങ്കിൽ ഈ പരദൂഷണ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ എന്തിനു വിശ്വസിക്കണം? ആളുടെ കൂടെ പഠിച്ചൊരുത്തനില്ലേ, ആളിൽ നിന്ന് കാശ് വാങ്ങിച്ച ആ പോങ്ങൻ, അവനോടൊന്ന് അന്വേഷിച്ചാലോ? പാതിയുടെ ചിന്തകൾ ഒരുപാട് കാട് കയറി പോകുന്നുണ്ട്. അതും ചാന്ദിനിയേക്കാളും കൂടുതൽ. അമ്മയോട് ഇതേ കാര്യം പറഞ്ഞ് ചാടിക്കടിച്ചവനാ ഇന്നിവിടെ വായിക്കാൻ ഇഷ്ടപ്പെട്ടെടുത്ത് വെച്ച ബുക്ക് ഉപേക്ഷിച്ച് ഉറക്കവും നഷ്ടപ്പെട്ട് അപ്പുറത്ത് സുഖമായി കിടന്നുറങ്ങുന്നവളെ കുറിച്ച് ആലോചിച്ച് വ്യാകുലപ്പെടുന്നത്. അതിനു മാത്രം ഈ ഒരൊറ്റ ദിവസം കൊണ്ട് പാർട്ടിയുടെ ആരായിട്ടാണ് അവൾ മാറിയത്. രാവിലെ വെളിച്ചം പടർന്നു തുടങ്ങിയപ്പോഴേക്കും കണ്ണു തുറന്ന് തിങ്കൾ. ഉറക്കത്തിന്റെ ആലസ്യം വിട്ടുമാറാതെ ഒന്ന് മൂരി നിവർത്തി ഉയർത്തിയവൾ നേരെ നോക്കിയത് അപ്പുറത്ത് തുറന്നിടക്കുന്ന ജനാലയിലേക്കാണ്. രാത്രി അവൾ കിടക്കാൻ നേരം തുറന്നിട്ടുണ്ടായിരുന്നില്ല. വെറുതെ അങ്ങോട്ട് നോക്കി അഴിഞ്ഞുപോയ മുടി വാരിക്കെട്ടി വെച്ചവൾ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ബാത്റൂമിൽ പോയി വന്ന് നേരെ കിണറ്റിൻകരയിലേക്ക് പോയി വെള്ളം കോരി തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ അടുക്കളയിൽ ലൈറ്റ് തെളിയുന്ന തിങ്കൾ ശ്രദ്ധിച്ചിരുന്നു. അങ്ങോട്ട് വെറുതെ ഒന്ന് നോക്കിയവൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ കയറി. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ അവിടെ ഷെൽഫിലെ പൊടിയൊക്കെ തൂത്തുടച്ചെല്ലാം വൃത്തിയാക്കി അടുക്കിപ്പെറുക്കി വെച്ച് തിങ്കൾ മുറിയിലേക്ക് നടന്നു. പേസ്റ്റും ബ്രഷ് എടുത്തവൾ മുറ്റത്തേക്ക് ഇറങ്ങി പല്ലും തേച്ച് കഴിഞ്ഞ് മുഖം കഴുകുമ്പോൾ അവിടെ അടുക്കള തോട്ടത്തിൽ നിൽക്കുന്ന ചാന്ദിനിയെ കാണുന്നു. ചാന്ദിനിയും കണ്ടു അവളെ. വെറുതെ ഇങ്ങോട്ട് നോക്കി നിൽക്കുന്നവളെ കണ്ട് ചാന്ദിനിയുടെ കണ്ണുകൾ വിടർന്നു. മറ്റൊന്നും ഓർക്കാതെ ആ ഒരു ചിരിയോടെ അവൾക്കടുത്തേക്ക് നടക്കാൻ ഭാവിച്ചപ്പോഴാണ് ഇന്നലെ അവളെ കുറിച്ച് അറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലേക്ക് വരുന്നത്. പെട്ടെന്ന് ചന്തു നിന്നു. അവളോട് പോയി സംസാരിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ മനസ്സിൽ ഇപ്പോഴും ഒന്നിനൊരു വ്യക്തി വരാത്തതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടില്ലാതെ നിൽക്കുകയാണ് ഉള്ളത്. തിങ്കൾ അവരെ ഒന്നുകൂടെ നോക്കി തിരിഞ്ഞടന്നു. ഇന്നലെ പോകും വഴിക്ക് വിലാസിനിയുടെ അന്തം വിട്ടുള്ള നോട്ടവും നെഞ്ചിൽ കൈവച്ചുള്ള ചാന്ദിനിയുടെ അടുത്തേക്കുള്ള ഓട്ടവും അവൾക്കുള്ളിൽ മിന്നിമാഞ്ഞു. അറിയേണ്ടതൊക്കെ അറിഞ്ഞു കാണും. അന്നൊരിക്കൽ മല്ലികയെ അവളെ കാണാൻ വന്നപ്പോൾ താര നാട്ടിൽ പറഞ്ഞു വരുത്തിയ കഥകൾ തിങ്കളും അറിഞ്ഞിരുന്നു. ഈ നാട്ടിൽ നിന്ന് തനിക്ക് നല്ലൊന്നും കിട്ടില്ലെന്ന് അന്നേ തന്നെ മനസ്സിലാക്കിയതാണ്. എന്ന് കരുതി സ്വയം തോറ്റു പിന്മാറി ഈ നാട്ടിൽ നിന്ന് തന്നെ തിങ്കൾ എങ്ങോട്ടും പോവില്ല. ജീവിക്കാൻ തന്നെയാണ് വന്നത്. അന്തസ്സായി തന്നെ താൻ ഇവിടെ ജീവിക്കുകയും ചെയ്യും. അതിനുവേണ്ടി ആർക്കു മുന്നിൽ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യം അവൾക്കില്ലതാനും. അവരുടെ ചിന്തകൾ അവരുടെ മാത്രമല്ലേ, അതൊന്നും തിങ്കളിനെ ബാധിക്കില്ല. അവളുടെ ആ പോക്കണ്ട് ചാന്ദിനിയുടെ ഉള്ളം പിന്നെയും വിങ്ങി. തിങ്കൾ നേരെ മുറിയിലേക്കാണ് കയറിയത്. ഒരു ഷോൾ എടുത്ത് കണ്ണു മാത്രം കാണുന്ന തരത്തിൽ മുഖം മൂടിയവൾ മാറാലക്കോലെടുത്ത് അവിടെ മുഴുവനായി തൂക്കാൻ തുടങ്ങി. ഇന്നലെ തറയൊന്നും അടിച്ചു തുറക്കിയല്ലാതെ ബാക്കി പണികളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അവൾ. അതിനുള്ള സാധനങ്ങളും ഇല്ലായിരുന്നല്ലോ. ഇന്ന് പുറത്തേക്ക് പോകും മുന്നേ മുറി അടുക്കളയും വൃത്തിയാക്കാമെന്ന് കരുതിയവൾ ബാക്കി വന്നിട്ടാവാം. അടുക്കള റെഡി ആയതുകൊണ്ടാണ് മുറിയിലേക്ക് വന്ന് ഒരു മൂലയിൽ നിന്ന് മാറാല അടിച്ചു തുടങ്ങിയവൾ. പാർട്ടി എഴുന്നേൽക്കാൻ കുറച്ചധികം സമയം വൈകി. എഴുന്നേറ്റേ പാച്ചു, പോവേണ്ടി നിനക്കിന്ന്? ചാന്ദിനി വന്നവന്റെ തോളിൽ തട്ടി വിളിച്ച് തിരിച്ചു പോകുമ്പോൾ ആ ഫാനും കൂടെ ഓഫാക്കി. സമയം 8 മണിയായിട്ടുണ്ട്. ആദ്യം 5 മണിക്ക് എഴുന്നേറ്റ് ജിമ്മിലൊക്കെ പോയി വരുന്നവനാണ് അവൻ. ബോഡി അത്യാവശ്യം നന്നായി സെറ്റായി. അവന് സ്വയം ഒരു സംതൃപ്തി വന്നു തുടങ്ങിയതും പിന്നെ ദിവസമുള്ള പോക്ക് ആഴ്ചയിൽ 3 ദിവസമാക്കി കുറച്ചവൻ, അതും വൈകുന്നേരങ്ങളിൽ. രാവിലെ എഴുന്നേൽക്കാൻ നല്ല മടിയാണെന്നേ ഇപ്പോൾ. ചാന്ദിനി പോയ 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കൈയൊന്ന് സ്ട്രെച്ച് ചെയ്ത് എഴുന്നേറ്റ് പാർത്തി. ഇന്നലെ രാത്രി എപ്പോഴാണ് ഉറങ്ങിയെന്ന് പോലും അവന് ഓർമ്മയില്ല. ഓരോന്ന് ആലോചിച്ചുകൂട്ടി വെറുതെ താൻ തന്റെ സമയം കളഞ്ഞു. ടേബിളിൽ അമ്മ കൊണ്ടുവച്ച കട്ടൻ കാപ്പി ഇരിക്കുന്നുണ്ട്. ഉറക്കമുണർന്നവൻ മുഖം കഴുകി നേരെ ആ ജനലിനടുത്തേക്ക് തന്നെയാണ് പോയത്. ഇന്നലെ തന്റെ ഉറക്കം കെടുത്തിയവൾ അവിടെ ഉണ്ടോ എന്ന് അറിയണ്ടേ. കാപ്പിയും കുടിച്ചവൻ അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ദാ അവളുടെ ജനലോരം കൊലുസിട്ട് 2 കാലുകൾ എത്തിപ്പൊങ്ങി നിൽക്കുന്നുണ്ട്. വിഴുന്ന കണ്ണുകളോടെ അവൻ ആ പാദങ്ങളിൽ നോട്ടം മുകളിലേക്ക് നീക്കുമ്പോൾ പെണ്ണിന്റെ തല മാത്രം കാണുന്നില്ല. ഉടലാ ജനലിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. കടും കാപ്പി കളറിൽ നിറയെ പൂക്കളൊക്കെ ആയിട്ടുള്ള ഒരു ഫുള്ള് പാവാടയും കരിപ്പച്ച കളറിൽ ടോപ്പുമാണ് പെണ്ണിന്റെ വേഷം. അഴിഞ്ഞു കിടക്കുന്ന മുടി അരയോളം ചിതറിക്കിടക്കുന്നു. സ്കേർട്ട് സ്വല്പം പൊങ്ങി നിൽക്കുന്ന പോലെ ടോപ്പും ഉയർന്നിട്ടുണ്ട്. അങ്ങോട്ടൊന്നും നോക്കരുത് പാർട്ടിയെന്ന് ഉള്ളം പറഞ്ഞിട്ടും അവൻ നോക്കി. ഒന്നും പുറത്തേക്ക് കാണുന്നില്ലെങ്കിലും ഗ്ലാസ് ചുണ്ടോടടുപ്പിച്ച് ചെക്കൻ്റെ തലയൊന്ന് കുനിഞ്ഞു. 2 കണ്ണും മേപ്പോട്ട് ഉയർന്നു. അന്നേരം തന്നെ അവൾ ആ ജനലിൽ നിന്നിറങ്ങിയതും ആ ഞെട്ടിൽ ചൂട് ചായം തട്ടി ചെക്കൻ്റെ നാവും ചുണ്ടും ഒരുമിച്ച് പൊള്ളി. അവനിൽ നിന്ന് വന്ന ശബ്ദം അവിടെ വരെ കേട്ട പോലെ തിങ്കളും അന്തിച്ചവനെ നോക്കുന്നുണ്ട്. 2 പേരുടെയും കണ്ണുകളിടഞ്ഞ നിമിഷം പാർത്തിയാകെ വല്ലാതെയായി. നോക്കി നിൽക്കുന്ന അവൾ കണ്ടു കാണും. അവനത് ചിന്തിച്ചു കഴിഞ്ഞില്ല.
പെണ്ണിന്റെ കണ്ണുകൾ കൂർത്തു വന്നതും ആ ജനൽ അവൾ കൊട്ടിയടച്ചതും നിമിഷ നേരം കൊണ്ടാണ്. ആ ജനലടഞ്ഞ ശബ്ദത്തിൽ പാർത്തി കണ്ണുകളും ചിമ്മി അടച്ചു. മോശമായിപ്പോയി. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു നോട്ടം ഇങ്ങനെ തിരിച്ചടിയും കിട്ടുന്നു. എന്നാൽ ഇത്രയ്ക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഒരുത്തനെ കൊന്നു എന്ന അഹങ്കാര പെണ്ണിന്. അവനത് ചിന്തിച്ചു നിൽക്കുമ്പോൾ തന്നെയാണ് അകത്തുനിന്ന് ചാന്ദിനിയുടെ വിളി വീണ്ടും വന്നത്. ദാ വരുന്നമ്മ വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ അവനെ അടഞ്ഞ ജനാല ഒന്നുകൂടെ നോക്കി മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മുറി ഒരുവിധം വൃത്തിയാക്കി കഴിഞ്ഞതും അവിടെ അടിച്ചുടച്ചിട്ട് തിങ്കൾ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അതിനു മുന്നേ അവൾ നാളികേരം ചിരവി ഇന്നലെ വാങ്ങി അവൾ നനച്ചു വെച്ചിരുന്നു. കുളി കഴിഞ്ഞു വന്ന് ഇന്നലെ വാങ്ങിയൊരു വെള്ളയും ചുവപ്പും വരുന്ന ലോങ് ടോപ്പും പാൻറ്റും എടുത്തിട്ട് നനച്ചു വെച്ച അവിൽ പഴവും കൂട്ടി കഴിച്ച് ഒരുങ്ങി അവൾ ഇറങ്ങുമ്പോൾ സമയം 9:30 കഴിഞ്ഞിരുന്നു. ബാങ്കിൽ പോകണം, ഗ്യാസ് കണക്ഷൻ എടുക്കണം, കറണ്ട് ബില്ല് അടക്കണം, അങ്ങനെ ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ മാത്രം മനസ്സിൽ ഉറപ്പിച്ചവൾ ആ ഗേറ്റും പൂട്ടി ഇറങ്ങുമ്പോൾ അപ്പുറം പാർട്ടിയും ബൈക്ക് ഇറക്കുന്നുണ്ടായിരുന്നു. ഉമ്മർത്തുനിന്ന് വന്ന ചാന്ദ്രിയുടെ നോട്ടം അവൾക്ക് നേരെ തന്നെയാണ്. ഒരു പ്രാവശ്യം അവരെയും നോക്കി തോളിലെ ബാഗ് ഒന്നുകൂടെ കയറ്റിയിട്ട് തിങ്കളങ്ങ് പോയതേ. അമ്മയോടൊന്ന് തലയാട്ടി യാത്ര പറഞ്ഞ് അവനും ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞു. അവളെ മറികടന്ന് ബൈക്ക് മുന്നോട്ട് കുതിക്കുമ്പോൾ റിവ്യൂമറിലൂടെ കാണുന്ന പെണ്ണിലേക്ക് പാർത്തിയുടെ നോട്ടം 2 നിമിഷം തറഞ്ഞു നിന്നു. വളവ് തിരിഞ്ഞങ്ങ് പോകുമ്പോൾ ആ രൂപം കണ്ണിൽ നിന്ന് മറഞ്ഞെങ്കിലും അത്ര പെട്ടെന്ന് അവൻ്റെ ഉള്ളിൽ നിന്ന് പോയില്ല. കാത്തിരിക്കാം. ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.